ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. പ്രാർത്ഥന കണ്ണു തുറന്നു. അന്നേരം ഋഷിയുടെ ജീവനും പൊലിഞ്ഞിരുന്നു. കണ്ണു തുറന്ന പ്രാർത്ഥന പ്രതയോടായി പറഞ്ഞു, അമ്മേ, അമ്മേ, അച്ഛനെ രക്ഷിക്കണം. അച്ഛ, എന്തിനാ അച്ഛൻ എന്നോട് ഇങ്ങനെ ചെയ്തത്? സ്വന്തം ജീവൻ കളഞ്ഞ് എന്നെ രക്ഷിക്കാൻ മാത്രം. അത്രയ്ക്കും എൻ്റെ അച്ഛൻ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. അച്ഛനെ ഞാൻ ഇത്രയും നാൾ തെറ്റിദ്ധരിച്ചു. സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ വിട്ട് പോവുകയാണ്. പാടില്ല, അച്ഛൻ എൻ്റെ കൂടെ വേണം. എഴുന്നേൽക്കച്ഛ, അച്ഛ. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന അലറി വിളിച്ച് കരയാൻ തുടങ്ങി. ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായ അവസ്ഥയിൽ പ്രതയും ഋഷിയുടെ അടുത്തിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഇല്ല മോളെ, നമുക്കിനി അച്ഛനെ രക്ഷിക്കാൻ കഴിയില്ല. അച്ഛൻ നമ്മളെ വിട്ടു പോയി. നീ എന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ നിന്റെ അച്ഛൻ ദുഷ്ടനാണെന്ന്? ഇപ്പൊ നീ തന്നെ കണ്ടില്ലേ ദുഷ്ടനാണെന്ന്. നീ വിശ്വസിച്ചിരുന്ന നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നു. ഇപ്പോഴെങ്കിലും എൻ്റെ മോൾക്ക് വിശ്വാസമായോ നിന്റെ അച്ഛൻ ആരായിരുന്നുവെന്ന്? നിന്നെ ഉപദ്രവിച്ചതിന്റെ പേരിൽ നാഗലോകത്തെ ഒന്നടങ്കം ആ മനുഷ്യൻ കത്തിച്ചു. നിന്റെ അച്ഛൻ അത്രയ്ക്കും നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ നീ ആ മനുഷ്യനെ തിരിച്ചറിഞ്ഞില്ല. ഇപ്പൊ നീ ഋഷിയേട്ടന്റെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോ നിന്റെ സ്നേഹം അനുഭവിക്കാൻ ഋഷിയേട്ടൻ ഇനിയില്ല. നിന്നോട് ഞാൻ ഒത്തിരി തവണ ചോദിച്ചു, ആരാണ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചു വിട്ടതെന്ന്. അപ്പോഴൊന്നും നീ ഒന്നും പറഞ്ഞില്ല. വിഷ്ണുപ്രിയ വല്യമ്മ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. ഇപ്പൊ നഷ്ടം എനിക്ക് മാത്രമാണ്. എൻ്റെ ഋഷിയേട്ടൻ പോയി. നീ കാരണമാണ് പ്രാർത്ഥന. ഇത്രയും പറഞ്ഞ് പ്രത ഋഷിയുടെ നെഞ്ചത്തടിച്ച് കരഞ്ഞു. ഋഷിയേട്ടാ. പ്രതയുടെ വാക്കുകൾ കേട്ട പ്രാർത്ഥനയ്ക്ക് താൻ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന തെറ്റിന്റെ ആക്കം മനസ്സിലായി. പ്രാർത്ഥന ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ഇല്ല, ഒരിക്കലും അച്ഛനെ മരിക്കാനായി ഞാൻ വിടുകയില്ല. ഞാൻ എൻ്റെ അച്ഛനെ രക്ഷിക്കും. ആദ്യ മത്സ്യനാഗിനിയാണ് ഞാൻ. ഏതു വിധേനയും അച്ഛനെ ഞാൻ രക്ഷിക്കും. മരിച്ചു പോയ ഒരാളുടെ ജീവൻ തിരികെ നൽകാനുള്ള ഒരു വരം ലഭിക്കുന്നവളാണ് ആദ്യ മത്സ്യനാഗിനി. എൻ്റെ ശക്തി ഉപയോഗിച്ച് ഞാൻ അച്ഛനെ രക്ഷിക്കും. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന മത്സ്യനാഗിനിയായി മാറാൻ തുടങ്ങിയതും ഗുരുദേവൻ പറഞ്ഞു, നിൽക്ക് പ്രാർത്ഥന, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ നിനക്ക് നിന്റെ അച്ഛനെ ഈ വരം കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. ഋഷിയുടെ ജീവൻ രക്ഷിക്കാൻ നിനക്ക് പറ്റിയേക്കും. പക്ഷേ മത്സ്യലോകത്തിന്റെ 7ാം അടിത്തട്ടിലുള്ള വിഷഹാരി കൊണ്ടുവന്നാൽ മാത്രമേ ഈ വിഷം പൂർണ്ണമായും ശരീരത്തിൽ നിന്നും മാറുകയുള്ളൂ. പക്ഷേ അത് അസാധ്യമായ ഒന്നാണ്. അവിടെ ഒരിക്കലും ഇന്നുവരെയും ഒരു മത്സ്യകനികയ്ക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്കും അപകടം പിടിച്ച സ്ഥലമാണത്. ദുഷ്ടമത്സ്യങ്ങളുള്ള സ്ഥലമാണത്. ഗുരുദേവൻ ഇത്രയും പറഞ്ഞപ്പോൾ പ്രാർത്ഥന ഇടയ്ക്ക് കയറി പറഞ്ഞു, നിർത്ത ഗുരുദേവ, അസാധ്യമായത് സാധ്യമാക്കിയവളാണ് ഈ പ്രാർത്ഥന. ഒരിക്കലും ഈ ഭൂമിയിൽ ഇന്നുവരെയും ഒരു മത്സ്യനാഗിനിയും പിറവിക്കൊണ്ടിട്ടില്ലല്ലോ. അത് അസാധ്യമായിരുന്നില്ലേ? എന്നിട്ടെന്തായി? ഈ പ്രാർത്ഥന എന്ന ഞാൻ മത്സ്യനാഗിനിയായി. അതുപോലെ തന്നെ അസാധ്യമായ ഈ കാര്യം ഞാൻ സാധ്യമാക്കും. ആ ഋഷിയുടെ ജീവനല്ലേ, അവൻ മരിക്കേണ്ടവനാണ്. അച്ഛ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ രുദ്രനെ, അച്ഛനെ നാഗമാണിക്യം കവർന്നെടുക്കാൻ നടക്കുന്നവരാണെന്ന് ഞാൻ കരുതി.
ഞാൻ മത്സ്യലോകം മുഴുവൻ നശിപ്പിച്ചു. എന്റെ അച്ഛനെ രക്ഷിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാനൊരു മത്സ്യകന്യകയാണെന്നുള്ള കാര്യം പോലും മറന്ന് ഈ മത്സ്യലോകം മുഴുവൻ ഞാൻ നശിപ്പിക്കും. ആ വിഷ്ണുപ്രിയ മുത്തശ്ശി പറയുന്നത് കേട്ട് ഞാൻ നിങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചു.